ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. ജഗന്നിയന്താവായ അല്ലാഹുവിൽ നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണോ? നിങ്ങൾ എന്നെ പിൻപറ്റണേ, നിങ്ങൾ എന്നെ അനുകരിക്കണേ, എന്നെ ഫോളോ ചെയ്യണം. ഞങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരാളെയല്ല, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെയല്ല. ഞങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ആരെയാണ്? ലോകത്തിന്റെ നേതാവ് മുത്തായ തങ്ങളെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അങ്ങനെ തങ്ങളുടെ സുന്നത്ത് ഹയാത്താക്കിയാൽ അവനക്ക് 100 ഷഹീദിന്റെ പ്രതിഫലമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇന്ന് കണ്ടില്ലേ, തങ്ങളുടെ ഒരു സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്താണ് നിക്കാഹ്. കല്യാണം എന്നുള്ളത് അത് തങ്ങളുടെ സുന്നത്താണ്. അന്നിക്കാഹു മിൻ സുന്നതി, നിക്കാഹ് എന്റെ ചര്യയാണ്. ഫമല്ലം യഅമൽ ബിസുന്നതി ഫലൈസ മിന്നി. ഇത് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആരെങ്കിലും ഒരാൾ വിവാഹം, കല്യാണം, നിക്കാഹ് അത് വേണ്ട എന്ന് വെച്ചാൽ അവന് എന്നിൽ പെട്ടവനല്ല. കല്യാണം, നിക്കാഹ് എന്നുള്ളത് സുന്നത്താണ്. മഅശറ ശബാബ്, ഓ ചെറുപ്പക്കാരെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത, നിങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ചെലവ് കൊടുക്കാനുള്ള സമ്പത്തുണ്ടോ? ഫല്യതസവ്വജവൻ, കല്യാണം കഴിച്ചോട്ടെ. കാരണം ഫഇന്നഹു അഗദ്ദുൽ ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, അവന്റെ കണ്ണിനെ തടയുന്നതും അവന്റെ ഫർജ്, അവന്റെ ഗുഹ്യ ഭാഗത്തെ സൂക്ഷിക്കുന്നതുമാണ്. അതുകൊണ്ട് സാധിക്കുന്നവർ കല്യാണം കഴിക്കണം. പക്ഷേ ഇന്ന് കണ്ടില്ലേ, ആ കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങൾ എത്രയാണ്. തങ്ങളുടെ സുന്നത്ത് അത് ഹറാമിൽ നിന്ന് കളർത്തി കൂട്ടുന്നത് എത്രയാണ്. അതല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കല്യാണം നടക്കുമ്പോ എൻഗേജ്മെന്റ് മുതൽ തുടങ്ങുന്നു അനാചാരങ്ങളുടെ വരി. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, വീട്ടിലുള്ള കുടുംബത്തിലുള്ള എല്ലാ സ്ത്രീകളും ഒരേ താത്താമാരും ക്യൂ ആയിട്ട് ഒരു റാലിയാണ്. എൻഗേജ്മെന്റ് ഇന്ന് നടക്കുന്നത് ഇസ്ലാമിലില്ലാത്ത അനാചാരങ്ങൾ, പച്ച ഹറാമായ ഒരുപാട് കാര്യങ്ങൾ ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ തുടങ്ങുകയാണ്. ഒരുപാട് ദൂർത്തടിക്കൽ, ഒരുപാട് ചോക്ലേറ്റും അതുപോലെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ലൈനായിട്ട് കൊണ്ടുപോവുകയാണ്. ഇത് ആരുടെ ആചാരമാണ്? ഇതേത് ഇസ്ലാമാണ് പഠിപ്പിച്ചത്? ഇതേത് നേതാവാണ് പഠിപ്പിച്ചത്? ഇതേത് ഖുർആനിനാണുള്ളത്? ഇങ്ങനെ ഒരുപാട് തോന്നിവാസങ്ങൾ. പാവപ്പെട്ട ചെറുപ്പക്കാര്, വെയിലത്ത് പണിയെടുക്കുന്ന ചെറിയ ചെറുപ്പക്കാരുണ്ട്, വലിയ ശമ്പളമൊന്നും ഉണ്ടാകൂല. പക്ഷേ അവനെ കൊണ്ട് നിർബന്ധിപ്പിക്കുകയാണ് വീട്ടിലുള്ള ഒരുപാട് ഉമ്മമാർ, ഒരുപാട് സ്ത്രീകൾ. ഇങ്ങനെയൊന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമുക്കത് നാനമാണ്. അവരെ ആ ചെറുപ്പക്കാരെ നിർബന്ധിപ്പിച്ച് സുബ്ഹാനല്ലാഹ് ആക്കിയിട്ട് ലോൺ എടുത്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എൻഗേജ്മെന്റ് നടന്നിട്ട് തന്നെ ലക്ഷങ്ങൾ കടമാണ്. ഇതേത് ഇസ്ലാമാ പഠിപ്പിച്ചത്? അതിന്റെ ശേഷം തുടങ്ങുന്നു കഴിഞ്ഞിട്ട് നിക്കാഹ് വരെയുള്ള സംസാരം പച്ച ഹറാമല്ലേ? ഒരു പെണ്ണിനോട് ഒരു പെണ്ണിന്റെ സൗണ്ട് കേൾക്കൽ ഹറാമല്ല, എന്നാലും ആ സൗണ്ട് കേൾക്കുമ്പോ മനസ്സിൽ എന്തെങ്കിലും ഒരു വികാരം, ഒരു ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് പച്ച ഹറാമാ. ഇത് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് തുടങ്ങുന്നു സുബ്ഹാനല്ലാഹ്, ഇന്ന് ഒരാൾക്ക് ഒരു കല്യാണമാണ്, കല്യാണം ഫിക്സായി എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. കാരണം പലതും കാണാത്തത് കാണേണ്ടി വരും, പലത് കേൾക്കാത്തത് കേൾക്കേണ്ടി വരും, പല അനാചാരങ്ങൾ ഇവിടെ നടക്കേണ്ടി വരും. ഇതെല്ലാം കാണുമ്പോ മനസ്സിന് വല്ലാത്ത വേജാറാണ്. കണ്ടില്ലേ, പല മതസ്ഥരും നമ്മുടെ സഹോദര മതസ്ഥരായ ആളുകൾ നോക്ക്, അവർ കല്യാണത്തിന്റെ എന്ത് ബഹുമാനമാണ്, എന്തൊരു ആദരവോടെയാണ്. അവരുടെ മതത്തിന്റെ അതേ മതത്തിന്റെ ആചാരമനുസരിച്ച് അവര് പോയി നല്ല ബഹുമാനത്തോടു കൂടി അവർ പൂജ നടത്തിയിട്ടോ എങ്ങനെയാണെങ്കിലും എന്തൊരു ആദരവോടു കൂടിയാണ് ഇന്ന് നടത്തുന്നത്. പക്ഷേ നമ്മുടെ സമുദായം എന്തേ ഇങ്ങനെയായി പോയത്? വെസ്റ്റേൺ കൾച്ചറല്ലേ ഇന്ന്
നമ്മുടെ സമുദായം ഏറ്റുപിടിക്കുന്നത്. തങ്ങളുടെ തന്തുകളും ഇതെല്ലാം വലിച്ചെറിഞ്ഞില്ലേ? ഇങ്ങനെയുള്ള ആചാരങ്ങൾ നടക്കുമ്പോ നമ്മുടെ നാട്ടിൽ ദുരന്തങ്ങളും അദാബുകളും ഭൂകുലുക്കങ്ങളും പ്രളയങ്ങളും ഇങ്ങനെ വരാനതൊന്നും വിദൂരമല്ല. സാംക്രമണയുള്ള അനാചാരങ്ങൾ നിർത്തണം, ഇല്ലെങ്കിൽ ഈ ഉമ്മത്തിനത് നാശമാണ്. മറ്റുള്ള മതസ്ഥർ പോലും ഇസ്ലാമിനെ വിലയിരുത്തുകയാണ്. ഇതാണോ ഇസ്ലാം എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു അനാചാരങ്ങളാണോ, തുള്ളിച്ചാടലാണോ എന്നവർ ചോദിക്കുകയാണ്. ഇന്നൊരു നിക്കാഹ് അടുത്താൽ സുബ്ഹാനല്ലാഹ്, അതിന്റെ മുമ്പ് എന്തെല്ലാം ഡേകളാണ്. അറേബ്യൻ നൈറ്റും അതുപോലെ ഗ്രൂം ട്യൂബിയും അതുപോലെ മഞ്ഞ കല്യാണവും ബ്രൈഡ് ട്യൂബിയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആചാരങ്ങൾ ഇത് ആര് കൊണ്ടുവന്നതാണ്? ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്റെ ചെറുപ്പക്കാരെ, കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ മുത്തായ എന്റെ കരളിന്റെ കഷ്ടമായ യുവാക്കളോട് പറയുന്നു, ഇങ്ങനെയുള്ള അനാചാരങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നിന്നെ അല്ലാഹു തആല പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും കേട്ടോ. നിന്റെ ജീവിതത്തിൽ പിന്നെ അത് അനുഭവിക്കേണ്ടി വരും കേട്ടോ. എന്തെല്ലാം ആചാരങ്ങൾ കൊണ്ടുവന്ന് ഒരുപാട് യുവാക്കൾ അവിടുന്ന് തുള്ളിച്ചാടുകയാണ്, DJ വെച്ച് തുള്ളുകയാണ്. പേരിനൊരു മൗലിദ് ഓതും, പേരിനൊരു സലാത്ത് മജ്ലിസോ എന്തെങ്കിലും നടത്തും. എന്നിട്ട് തുടങ്ങുന്നു DJകളും അനാചാരങ്ങളും ചെറുപ്പക്കാരുടെ തുള്ളിച്ചാടലുകളും. എന്തെല്ലാം വേസ്റ്റുകളാണ്, ഇസ്റാഫാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നൽ മുബദ്ദി വലാ തുബദ്ദിറു തബ്ദീറാ. നിങ്ങളുടെ ജീവിതത്തിൽ അതേ അനാചാരത്തിന് വേണ്ടി ആവശ്യമില്ലാതെ ഒരു പൈസയും ചെലവാക്കല്ലേ, വേസ്റ്റ് ചെയ്യല്ലേ, ദൂർത്തടിക്കല്ലേ. ഇന്ന് കണ്ടില്ലേ എത്രയെത്ര ആളുകളാണ് ഭക്ഷണമില്ലാതെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. സോമാലിയയുടെ വീഡിയോ എന്നെടുത്ത് എത്ര മക്കളാണ്, ലക്ഷക്കണക്കിന് മക്കളല്ലേ അവിടെ മരിച്ചു വീഴുന്നത്. അവർക്ക് തിന്നാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളങ്ങളില്ല, ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാഹു തആല 2 പണം തന്നപ്പോ, ചെറിയ ഒരു അഭിവൃദ്ധി തന്നപ്പോ റബ്ബിനെ മറക്കുകയാണോ? വലാ തുബദ്ദിറു തബ്ദീറാ, ഇസ്റാഫ് ചെയ്യല്ലേ. അല്ലാഹ് തന്നതിന് എല്ലാ കണക്കും നാളെ റബ്ബ് നിന്നോട് ചോദിക്കാതെ വെറുതെ വിടൂല കേട്ടോ. നാളെ ആഖിറത്തിലേക്ക് എത്തിയപ്പോ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല ചെറുപ്പക്കാരാ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാതീൻ. അങ്ങനെ വേസ്റ്റ് ചെയ്യുന്നവരാരാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അങ്ങനെ വേസ്റ്റ് ചെയ്യുന്നവർ ശൈത്താനിന്റെ സഹോദരന്മാരാണ്. അവർ മുഅ്മിനീങ്ങളുടെ സഹോദരന്മാരല്ല, അവരുടെ കൂട്ടുകാർ അത് ശൈത്താനാണ്. ആ ശൈത്താനിനെ കൂട്ടിപ്പിടിച്ച് നടക്കല്ലേ. ജീവിതത്തിലേക്ക് കടക്കുമ്പോ നല്ല ബറക്കത്തോടെ മൗലിദ് പാടി ബുറുദ പാടി ഇങ്ങനെ നല്ലത് കൊണ്ട് ജീവിതത്തിലേക്ക് കടന്നാൽ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്ന കുട്ടികൾ നല്ല കുട്ടികളാകും, നല്ല ബുദ്ധിയുള്ള കുട്ടികളാകും, അനുസരണയുള്ള കുട്ടികളാകും, അതവുള്ള കുട്ടികളാകും. ഇന്ന് കണ്ടില്ലേ എത്രയോ മാതാപിതാക്കളല്ലേ ഇന്ന് കംപ്ലൈന്റ് പറയുന്നത്, ഉസ്താദേ ഒന്ന് ദുആ ചെയ്യണം, ഉസ്താദേ അവനോടൊന്ന് പറയണം, ഒന്ന് നിസ്കരിക്കാൻ, ഒന്ന് ഉമ്മയെ അനുസരിക്കാൻ, ബാപ്പയെ അനുസരിക്കാൻ. ഇന്ന് അവരതാ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും നിസ്കാരമില്ലാതെ ഓടി നടക്കുന്നു. കാരണം എന്തേ? തുടങ്ങിയ ജീവിതമുണ്ടല്ലോ, അതേ ജീവിതത്തിൽ ഏകാന്ത ജീവിതത്തിൽ നിന്ന് ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോ ഹറാമിലൂടെയല്ലേ തുടങ്ങിയത്, പച്ച ഹറാമിലൂടെയല്ലേ തുടങ്ങിയത്. പിന്നെ അതിൽ നിന്ന് ജനിക്കുന്ന കുട്ടി എങ്ങനെ നന്നാകാനാ? ആ കുട്ടിക്ക് എങ്ങനെ പഠിച്ചത് ഓർമ്മ കിട്ടാനാ? ആ കുട്ടി എങ്ങനെയാ അനുസരിക്കുന്നത്? ഇതുകൊണ്ട് ജീവിതം നന്നാകണം, അത് തങ്ങളുടെ സുന്നത്താണ്. നിക്കാഹിൽ വെച്ച് ഏറ്റവും ഖൈറായ നിക്കാഹ് ഐസറുഹു, ലളിതമായ കല്യാണം. ലളിതമായ കല്യാണം എന്ന് പറഞ്ഞാൽ
ഒരു തണ്ണിയും ഈത്തപ്പഴ കൊടുത്തിട്ടുള്ള കല്യാണമല്ല. പിന്നെ വേസ്റ്റ് ഇല്ല. എത്ര ആളുകളെ വേണമെങ്കിൽ വിളിക്കാം കല്യാണത്തിന്, അവർക്ക് ഫുഡ് കൊടുക്കാം, നല്ല ഫുഡ് കൊടുക്കാം. അതൊന്നും എന്തെല്ലാം ധൂർത്തല്ല, അതൊന്നും വേസ്റ്റ് അല്ല. അങ്ങനെ വേസ്റ്റ് ഇല്ലാതെ ഇസ്ലാം പഠിപ്പിക്കാത്ത അനാചാരങ്ങളൊന്നും കടർന്നുകൂടാതെ നല്ല ഫുഡ് കൊടുത്തിട്ട് ആദരിച്ചിട്ട് ഭക്ഷണം കൊടുത്തിട്ടുള്ള കല്യാണം കഴിക്കാം. അതാണ് ലളിത ജീവിതം. അല്ലാതെ തുള്ളിച്ചാടലൊന്നും വേണ്ട മുഅ്മിനീങ്ങളെ. ഇന്നൊരു